ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുജി നൂലിൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഷർട്ട് ഉപയോഗിച്ചിട്ട് രണ്ടോ മൂന്നോ ട്രൗസർ, നമ്മൾ ചെറിയ ട്രൗസേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 3 ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് എങ്ങനെയാണ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമ്മൾ പാകത്തിൽ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, ഒരു 1 ഇഞ്ചിൻ്റെ. അപ്പോൾ നമ്മൾ അളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ട്രൗസർ എടുത്തിട്ട് അതിൻ്റെ അതേ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് 4 മടക്കി വെക്കണം. എന്നിട്ട് ശേഷം നമ്മുടെ ഷർട്ടിനെ നമുക്ക് ഈ ഒരു ബട്ടൺസ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഹുക്കും ഇതൊക്കെ വരുന്ന ഭാഗങ്ങൾ, അത് രണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. ശേഷം നമുക്കതിനെ 4 ഭാഗമാക്കിയിട്ട് മടക്കി വെക്കാം. അതായത് ഇതിൻ്റെ ഒരു സൈഡിൽ ജോയിൻ്റ് ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ നമുക്കിങ്ങനെ നമ്മുടെ അടുത്തേക്ക് ആക്കി പിടിച്ചിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മറുവശത്തേക്കായിട്ട് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഷർട്ടിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമാണ് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് വെക്കുന്നത്. കാരണം ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീതി കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്ന ടൈമിൽ അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് നല്ല വീതി വേണം, എങ്കിലാണ് നമ്മൾ ഇലാസ്റ്റിക്കും കൂടെ വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് പാകമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റാം. അവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആവുമല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. ശേഷം നമുക്ക് അരപ്പട്ടയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് അത് ഇതിമൻ തന്നെയാണ്, നമ്മൾ വേറെ പീസൊന്നും വെക്കല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്ന പാകത്തിലൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇത് ഈ അടിഭാഗത്ത് ഇത്ര മടക്കി അടിക്കാനുള്ള ഈ ഒരു ഭാഗം കൂടെ ഇത്ര വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഒരു കുറിപ്പ് പോലെ ഉണ്ടാവും. അവിടെ നമ്മൾ എങ്ങനെയാണ് വരക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ വരച്ചിട്ട് ഒരു 2.5 ഇഞ്ച് നേരെ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടാണ് അടയാളപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വലിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം ഇത് ഇവിടെ നിന്ന് ഒന്നിങ്ങനെ ഒരു 2.5 ഇഞ്ച് ഇതുപോലെ എടുത്തിട്ട് ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി. എന്നിട്ട് താഴത്തുനിന്ന് നമ്മൾ കാലിൻ്റെ ആ ഒരു ഷേപ്പ് ഭാഗം അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഷേപ്പ് ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കിട്ടും. കാരണം ഇവിടെ ഒരു ജോയിൻറ്റ് ഭാഗം ഉണ്ട് കേട്ടോ, നമ്മുടെ ഷർട്ടിൻ്റെ ഓൾറെഡി ഭാഗമാണ് ഇത്, നമ്മൾ പോക്കറ്റൊന്നും വെക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടെ ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ആ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കാണ് വേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം, ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് കൊണ്ടുവരുന്ന ടൈമിൽ ഇലാസ്റ്റിക് അവിടുന്ന് വിട്ട് പോവാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു രൂപത്തിൽ നമ്മളിത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു അരഭാഗം ഫുള്ളായിട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മളവിടെ ഇലാസ്റ്റിക് നെറിവിലായിട്ട് നല്ല വൃത്തിയിൽ പെർഫെക്ഷനിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഫസ്റ്റ് തന്നെ ഇവിടെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കുറച്ച് നല്ല കട്ട് ചെയ്ത് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എങ്കിലേ നമ്മൾ പിന്നെ ഇങ്ങനെ വലിച്ച് കൊണ്ടുവരുന്ന ടൈമിൽ അവിടെ നല്ല കറക്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അരികം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം ഇവിടെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അരഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ, നമ്മൾ പാകത്തെ അളവ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. ഇലാസ്റ്റിക് വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ സാധാരണ നോർമൽ പാൻറ്റിനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അരഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗമല്ലേ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് എടുത്ത്, ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ഈ ജോയിൻ ചെയ്യുമ്പോൾ നല്ല വശങ്ങളൊക്കെ ഉള്ളിലേക്കായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇലാസ്റ്റിക് കുറച്ച് ഇതിമൊന്ന് കട്ട് ചെയ്യേണ്ടിണ്ടാവും. കാരണം നമ്മൾ പാകത്തിന് അളവിന് എടുത്തിട്ടുള്ള ട്രൗസർ കുറച്ചും കൂടെ ഇത്തിരിയും കൂടെ ഇലാസ്റ്റിക് കുറച്ച് ചെറുതാണ് കേട്ടോ. ഇലാസ്റ്റിക് കറക്റ്റ് പാകത്തിൽ തന്നെ വെക്കുക. നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ ബോറുമാണ്, പിന്നെ അതുപോലെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഗതികേടും ആവും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്ത് ശേഷം നമുക്കിത് ഇവിടെ ഇങ്ങനെ അടുത്ത ഈ ഒരു സൈഡ് ഭാഗം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡും കൂടെ കൂട്ടി കൊടുക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് 2 നല്ല ഭാഗങ്ങൾ ഒപ്പം വെച്ചതിന് ശേഷം ഇവിടെ ഒന്നും കൂടെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഇലാസ്റ്റിക് ഒന്ന് ഫസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം, അവിടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ആ ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോക്കറ്റ് വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ. അത് നമ്മൾ പോക്കറ്റ് ഇല്ലാതെ ചെയ്തതാണ്. ഇനി നമുക്ക് അടിഭാഗം മടക്കി അടിക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡും കൂടെ കൂട്ടി കൊടുക്കണം. ഏറ്റവും എൻ്റെ ഭാഗം ഈ രൂപത്തിൽ വരുന്ന ഈ ഒരു ഭാഗം കൂടെ കൂട്ടി കൊടുക്കുകയും വേണം. അത്ര ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രൗസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള ഈ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു രൂപത്തിൽ നമുക്ക് ട്രൗസർ ഇതിൻ്റെ നമ്മുടെ ഈ ഷർട്ടിൻ്റെ സ്ലീവ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല പെർഫെക്ഷൻ
സെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നമ്മൾ ഷർട്ടൊക്കെ ചിലപ്പോൾ വലിപ്പം കുറഞ്ഞിട്ടൊക്കെ നല്ല പുതിയ ഷർട്ട് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വലിപ്പം കുറവുള്ളതുകൊണ്ടാണ് ഇത് ഇട്ടിട്ട് തന്നെ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഷർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലീവ് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ മുകൾ ഭാഗത്തേക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല സ്റ്റിച്ചിങ് വീഡിയോസിലായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.